ചേട്ടാ ഈ പരസ്യം കണ്ടോ? സുന്ദരിയായ 25-കാരിയെ എഞ്ചിനീയർ, വക്കീല്, ഡോക്ടർമാര്, ബിസിനസ്സുകാര് വിവാഹം ക്ഷണിക്കുന്നു. ജാതി പ്രശ്നമല്ലെന്ന്. അവളെ സമ്മതിക്കണം, കാലം പോയ പോക്കേ. അതെന്താ കാര്യം ചേട്ടാ? അല്ല, ഒരുത്തിക്കെന്തിനാ ഇത്രയും പേരെ? ഏതെങ്കിലും ഒരുത്തനെ കെട്ടി സമാധാനമായിട്ട് ജീവിച്ചാ പോലായിരുന്നു. അല്ലേലും തലതിരിഞ്ഞ് ചിന്തിക്കും. ജഗ സ്വഭാവമനുസരിച്ച് പിന്നെ അങ്ങനെ ചിന്തിക്കാനോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കണം. എന്ത് കാര്യം? ഈ സ്ത്രീകളെ ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന എന്തിനാ? എല്ലാ ഗുണങ്ങളുള്ള ഭർത്താവിനെ കിട്ടാനാ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇപ്പോഴും നീ എന്തിനാ ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നേ? എനിക്കതാ മനസ്സിലാവാ. എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭർത്താവിനെ അല്ലേ എനിക്ക് കിട്ടിയത്. ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാന്ന് വിചാരിച്ചു. നിങ്ങളെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കാം, നിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അങ്ങ് സഫലീകരിക്കണേ. എന്താ പോരെ? വടക്കേതിലെ ഷേർലിയും ഭർത്താവും ഡൈവേഴ്സ് ചെയ്തപ്പോഴേ നീ ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കിയത് എനിക്ക് തന്നോളാ, ഇല്ലയോ? ആ ഡൈവേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്തത്. അതെന്തോ? ഭാര്യ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്താലേ ഭർത്താവിന്റെ പകുതി ശമ്പളം ഭാര്യയ്ക്ക് കിട്ടുമെന്ന് കോടതി ഉത്തരവിട്ടായിരുന്നു. ഞാൻ പത്രത്തിൽ വായിച്ചതാ. നീ അതൊക്കെ വലിയ വായിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ആ പകുതി ശമ്പളം എന്റെ കിട്ടുമല്ലോ. ഇപ്പൊ എനിക്ക് കിട്ടുന്ന മൊത്തം ശമ്പളവും നീനക്കല്ലേ കിട്ടുന്നത്. നിങ്ങളെ ശമ്പളം മൊത്തം നിങ്ങൾ ബാറിൽ കൊണ്ട് കൊടുക്കുകയല്ലേ. ആ കാശ് കൂട്ടി വെച്ചായിരുന്നെങ്കിലേ എനിക്കൊരു വീട് മേടിക്കായിരുന്നു. ഇപ്പൊ അതാ കാര്യം. നീ ബ്യൂട്ടി പാർലറിലും ജിമ്മിലും കൊടുക്കുന്ന കാശുണ്ടെങ്കിലേ നീ 2 ഇന്നോവ കാർ വാങ്ങിക്കാം, അറിയോ? നമസ്കാരം സാറേ. ഈ സന്ധ്യാനേരത്ത് രണ്ടുപേരോട് എങ്ങോട്ടാ? വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നിങ്ങളുടെ സംസാരം കേട്ടപ്പോ ഇങ്ങോട്ടൊന്ന് കേറി. രണ്ടുപേരും നല്ല ഉടക്കിലാണല്ലോ. ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കൊരു സമാധാനം വരത്തുള്ളൂ, കേട്ടാ. ഇതിവിടെ പതിവുള്ള സാറേ. ഇങ്ങേർക്ക് എന്നെ ഒന്ന് പറഞ്ഞില്ലേ ഉറക്കം വരുത്തില്ല. പറയാതിരിക്കും സാറേ, വിവരക്കേടേ പറയും. അതേ, എന്റെ ഭാര്യയുടെ ഒരു ദുവാ. വനജ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. പോകുന്നുണ്ട് സാറേ, രാവിലെ 11 മണിക്കാ. ജിമ്മിൽ പോയിട്ട് വെയിറ്റ് വല്ലതും കുറഞ്ഞോ? കുറഞ്ഞു സാറേ, 4 കിലോ ഒക്കെ കുറഞ്ഞു. അതെങ്ങനെ 4 കിലോ കുറയുന്നത്? അതൊരു അത്ഭുതം തന്നെയാ. അതെ, 10 കിലോ മാവ് വാങ്ങിക്കും, 4 കിലോയുടെ ചപ്പാത്തി ഇവിടെ ഒറ്റയ്ക്ക് തിന്നു. ചുമ്മാതാ സാറേ, ഇങ്ങേരെന്നെ കളിയാക്കുന്നതാ. അതും പറഞ്ഞ് നിങ്ങൾ ഇനി പിണങ്ങണ്ട. നമ്മുടെ ഗണേശനില്ലേ? ആക്സിഡന്റ് മരിച്ച ഗണേശനാണോ? അതെ, ഗണേശന്റെ ആക്സിഡന്റ് വിധി 35 ലക്ഷം രൂപ വിധിയായി, കോടതി വിധി. അമ്പയ്ക്ക് 35 ലക്ഷം രൂപ കിട്ടുമോ? നല്ല കാര്യമല്ലയോ? ആ ഒരു പെൺകൊച്ചിനെ കെട്ടിക്കാനില്ലയോ? ഇല്ലേ സാറേ? അതെ, എന്തായാലും അമ്പയെ രക്ഷപ്പെട്ടു. 35 ലക്ഷം രൂപ കിട്ടിയില്ലേ? ഓ, നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾക്ക് എന്റെ ഭാര്യയുടെ സ്വഭാവം പിടികിട്ടില്ലേ? സ്ത്രീകൾ ഇങ്ങനെയൊക്കെ തന്നെ. പരിചയമുള്ളവർക്ക് ആർക്കും ലോട്ടറി അടിച്ചിരുന്നു സാറേ. ഞാനും എന്റെ ഭാര്യയും പലപ്പോഴും വഴക്ക് കൂടും. അവസാനം സഹിയെത്തി ഞാൻ പറയും, ഞാൻ എവിടെങ്കിലും ഇറങ്ങി പോകും. സാറ് ഇവിടെ വിട്ടിറങ്ങിയ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവള് പറയും, ഒന്ന് നിൽക്കണേ, ഒരു 10 മിനിറ്റ് ചേട്ടാ, ഞാനൊന്ന് ഡ്രസ് ചെയ്ത് വരട്ടെ. ഇതാണ് എന്റെ ഭാര്യ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്. പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ എന്റെ ഒറ്റ വാക്കില് അവളുടെ വഴക്ക് അവിടെ തീരും. ഏതാ വാക്ക്? നീ പറയുന്നതാ ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായ? അതോടെ അവിടെ വഴക്ക് നിൽക്കും.